ജീവിക്കുന്നത് ഈ മനസ്സുകളിലാണ്. അദ്ദേഹം വ്യക്തിത്വമുള്ളവനാണ്. അദ്ദേഹത്തിന് ഒരുപാട് വിഷനുണ്ട്. കേരളത്തെ എങ്ങനെ മാറ്റണം, എന്തെല്ലാം ചെയ്യണം എന്നറിയാനുള്ള ഒരു വളരെ വലിയ കഴിവുള്ള മനുഷ്യനാണ്. 2021 എന്താ പറയുക, പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞു പോയ കോൺഗ്രസിനെ പ്രതിപക്ഷ നേതാവായി വന്നു. ആ ഒരു വീണ് പോയ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തി ഇന്ന് ഈ ഒരു അധികാരത്തിൽ എത്തിച്ചതിന് പിന്നിൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചതിന് പിന്നിൽ നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശൻ സാറ് തന്നെയാണ്. ഒക്കെ ശരി തന്നെയാണ്, നമ്മൾ സമ്മതിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ധിക്കരിച്ചുകൊണ്ട്, അതായത് അദാനി കമ്പനിയുമായിട്ടുള്ള യാതൊരുവിധ ബന്ധവും പാടില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ നമ്മുടെ സതീശൻ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് എന്ത് ഡീലാണാവോ മെയ് 1 മംഗലാപുരത്ത് വെച്ച് നടത്തിയതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അതാണ് കോൺഗ്രസിനെ 3ആയി പിളർന്നതും മുഖ്യമന്ത്രി സ്ഥാനം ഇത്രയും വൈകിയതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കുമല്ലേ അവരന്ന് നടത്തിയ ആ ഒരു ഡീലും. എന്തായിരുന്നാലും വരും കാലങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ സാറിന് എല്ലാവിധ ആശംസകളും. ഇപ്പോൾ പാർട്ടി ഏതായിരുന്നാലും ആശയങ്ങൾ ഏതായിരുന്നാലും നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണല്ലോ അല്ലേ. നമുക്കും ഒരു ആവശ്യം ഇനിയിപ്പോൾ നടത്തി തരേണ്ടതും അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരേണ്ടതും നമ്മുടെ എന്താ പറയുക സതീശൻ സാർ തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും.